നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2014 ആണ്ടിൽ മാതാപിതാക്കളെ അനുസരിച്ച് ആത്മനിയന്ത്രണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ഏറ്റെടുത്ത ഔദ്യോഗിക ചുമതലകൾ ജൂൺ മാസം മുതൽ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനും മുടങ്ങിക്കിടക്കുന്ന കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും ഔദ്യോഗികമായും അധികാരപരിധി വർദ്ധിക്കുവാനിടയുണ്ട്. വളരെ കൂടുതൽ പ്രയത്നിക്കുന്നത് വഴി ദേഹക്ഷീണം അനുഭവപ്പെടും. സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരുവാനിടയുണ്ട്. നിതാന്ത ജാഗ്രതയോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജൂൺ മാസം മുതൽ ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുമെങ്കിലും ആരോഗ്യക്കുറവ് അനുഭവപ്പെടുവാനിടയുണ്ട്. ഇത്തരുണത്തിൽ ഒരുപക്ഷെ പ്രാണായാമം, വ്യായാമം, യോഗ അഭ്യാസം, വിദഗ്ധമായിട്ടുള്ള ആയുർവേദ ചികിത്സയൊക്കെ വേണ്ടിവരുവാനും ഇടയുണ്ട്. മാതാപിതാക്കൾക്ക് അസുഖം വർദ്ധിക്കുന്നത് വഴി പലപ്പോഴും അവധിയെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ വിദേശ ഉദ്യോഗം ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ എത്തിച്ചേരുവാനിടയുണ്ട്. എന്നാൽ അവരുടെ അസുഖങ്ങളൊക്കെ മാറി ആഗസ്റ്റ് മാസം മുതൽ ആദ്യ വിദേശത്തേക്ക് ഉദ്യോഗത്തിനായി തിരിച്ചു പോകുവാനും ഇടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ജൂൺ മാസം വരെ അബദ്ധമായി തീരും. പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് എന്ന് ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് സാമ്പത്തിക വിഭാഗത്തിലും വളരെ നിയന്ത്രണം വേണ്ടതാണ് എന്ന് പറയുന്നു. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ വിപരീതമായി തീരുന്നത് വഴി മനോവിഷമം ഉണ്ടാകും. സന്ധി സംഭാഷണത്തിൽ പരാജയം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ പദ്ധതി സമർപ്പണം മുതലായവയൊക്കെ തന്നെ ജൂൺ മാസത്തിന് ശേഷം ആയിരിക്കും നന്നാവുക. കുടുംബത്തിൽ നിന്നും പല പ്രകാരത്തിലും അനിഷ്ടമായിട്ടുള്ള സ്വരങ്ങൾ വന്നു ചേരുന്നത് വഴി, അതായത് പുതിയ തലമുറയിലുള്ളവരിൽ നിന്നുമുള്ള അനിഷ്ടങ്ങൾ വന്നു ചേരുന്നത് വഴി മാറി താമസിക്കേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടുവാനിടയുണ്ട്. പല പ്രകാരത്തിലും പല കാര്യങ്ങൾക്കും പലപ്പോഴും യാത്രകളും ചർച്ചകളൊക്കെ തന്നെ നിഷ്ഫലമായി തീരുവാനും സാധ്യതയുണ്ട്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2014 ആണ്ടിലെ അനുഭവ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.